എൻ്റെ പേര് നിഷ ശാരംഗ്. ഒരുപാട് അമ്മ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലെ അമ്മ എനിക്കൊരു വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം ഈ അമ്മയുടെ ഡിസിഷനാണ് മകന് പോലും ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു കുടുംബത്തിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ അമ്മ പോലും ഒരു കാരണമായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു കഥാപാത്രത്തെക്കുറിച്ച്. ഈ കഥയെക്കുറിച്ച് എൻ്റെ അടുത്ത് ഡയറക്ടർ വിളിച്ച് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കഥാപാത്രം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ കഥാപാത്രം ഞാൻ സെലക്ട് ചെയ്തത് തന്നെ. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൂടിയാണ് ഈ മൂവി. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സങ്കടകരമായ വിഷയങ്ങൾ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരിലും മറ്റ് മുതിർന്നവരിലും ഉള്ള ചില തെറ്റായ ചില ചിന്തകളും അതുപോലെ തന്നെ ശീലങ്ങളും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് ഇനി ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അതാണോ നമ്മുടെ ജീവിതത്തിലെ അവസാന വാക്ക്? അല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് മെസ്സേജുകൾ നമ്മൾ കേൾക്കുന്നു. അതുപോലെ തന്നെ സിനിമ കാണുന്നു, സീരിയൽ കാണുന്നു. ഇതെല്ലാം കുറെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും, ഇതാണോ സിനിമ? ഇങ്ങനെയാണോ ഒരു സിനിമ കാണിക്കേണ്ടത്? അല്ലെങ്കിൽ കഞ്ചാവും മയക്കുമരുന്നും അല്ലെങ്കിൽ അടിയും പിടിയും തൊഴിയും ഒക്കെയുള്ള സിനിമയാണല്ലോ കൂടുതൽ. പക്ഷെ അതൊക്കെ കണ്ടിട്ട് അതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടാവുന്നത്. അതൊക്കെ കണ്ടിട്ട് അതിനെതിരെ ജീവിക്കാനാണ്, അല്ലേ? നമ്മൾ പലരും വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ സിനിമ കാണുമ്പോൾ അതിലൂടെ ആണ് എല്ലാവരും വഴിതെറ്റി പോകുന്നതെന്ന് ആണ്. അല്ല, ഒരിക്കലും അത് കണ്ടിട്ട് അതുപോലെ നടക്കാനല്ല, അതുപോലെ നമ്മൾ ആരും ആവരുത് എന്നുള്ളതാണ് ആ മെസ്സേജിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലും അങ്ങനെ മനസ്സിലാക്കേണ്ടതായ സമൂഹത്തിൽ നമ്മൾ മാതാപിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും മറ്റുള്ള ആരാണെങ്കിലും മനസ്സിലാക്കേണ്ടതായ ഒരുപാട് നല്ല മെസ്സേജസ് ഉണ്ട്. ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം എപ്പോഴും എന്താണ്, എങ്ങനെയാവണം എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്ന നല്ലൊരു മെസ്സേജുള്ളൊരു മൂവിയാണ്. നല്ലൊരു കഥയുള്ളൊരു മൂവിയാണ്. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് സിനിമ കാണുമ്പോൾ കഥയില്ല, അല്ലെ കഥയുണ്ട്, നല്ല കഥയുള്ള മൂവിയാണ്, അല്ലെ കഥയില്ല, പോരാ. പക്ഷെ ഇതിൽ നല്ലൊരു കഥയുണ്ട്. ആ കഥ തന്നെയാണ് ജീവിതത്തിൽ നമ്മളെ ഏറ്റവും വലിയ മെസ്സേജ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. ഫെബ്രുവരി 6-ാം തീയതിയാണ് ഇത് തിയേറ്ററിൽ റിലീസാവുന്നത്. ഞങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ് സിനിമകളുടെ വിജയം.